അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അച്ചാച്ചനെ ഡ്യൂട്ടിക്കൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനും പൊന്നോട് കുറച്ച് സ്നേഹപ്രകടനമൊക്കെയാണ്. ഇനി ഇത് കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് അങ്കൻവാടി പോകാൻ. ഒച്ച കേൾക്കുവാണോ ചെപ്പി ഇടുമ്പോൾ? അമ്മ ഈ ചെപ്പി ഇടുമ്പോൾ ഒച്ച കേൾക്കുവാണോ? ഒരു കുട്ടിയേ ഉള്ളൂ ഇന്ന്, ഒരേ ഒരു കുട്ടി. അപ്പോൾ തക്കുടൂനെ ഞാൻ അങ്കൻവാടി കൊണ്ട് വിട്ടു. പക്ഷെ പുള്ളിക്കാരി അകത്തേക്ക് കയറണോ പുറത്തേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷനെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കും പുതിയതായിട്ട് വന്ന സൈക്കിളും കാര്യങ്ങളൊക്കെ ടീച്ചർ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അത്തേൽ ചവിട്ടാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയം കൊണ്ട് ഞാൻ നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് പെട്ടെന്ന് തീർത്തു. പിന്നെ പകലത്തെ കുറേ പണികളുണ്ടായിരുന്നു, ചോറ് വയ്ക്കാനും കറി വയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ചെയ്ത് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തക്കുടൂനെ വിളിക്കാൻ പോകാറായി. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചു. എവിടെ പോയി കഴിഞ്ഞാലും വേറെ ഒരുക്കവും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. എനിക്ക് ലിപ്സ്റ്റിക് ഇല്ല, ഞാൻ പുറത്തിറങ്ങത്തില്ല. അത് അങ്കൻവാടി പോയി കഴിഞ്ഞാൽ ശരി, അതിന് അഡിക്റ്റ് ആയിപ്പോയി ഇതുപോലെ കേട്ടോ. അപ്പം അങ്ങനെ ഇവള് തക്കുട് കൂടെ ഇല്ലാത്ത സമയത്താട്ടോ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ഇവളെ കാണാണ്ടാണ് ഞാൻ പോയി എടുത്തിടുന്നത്, അല്ലേ അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവൾ വഴക്കുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഞാൻ വിളിക്കാൻ വേണ്ടി കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായിക്ക് 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ചാച്ചയും വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തക്കുടനെയും കൂട്ടി മുകളിൽ കടയിൽ പോയിട്ട് അവൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്നും പറഞ്ഞാൽ അതൊക്കെ മേടിച്ച് കൊടുത്തിട്ട് വീട്ടിൽ വന്നേ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഇത് എങ്ങനെയും പൊട്ടിച്ചത് കഴിക്കണം. അപ്പോൾ ആ കളറുള്ളത് ഞാൻ ഇതുവരെ ഒക്കെ കൊടുത്തിട്ടില്ലാത്ത കാരണം പുള്ളി അതിൻ്റെ ആകാംക്ഷയിൽ നിൽക്കും, അതെങ്ങനെ ഉണ്ടായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് പഠിച്ച പാട്ടാന്നാ പറഞ്ഞത്, മീനിൻ്റെ അല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ തക്കുടൂനത്? അതിന് പ്രത്യേകിച്ച് എന്നെ കയറിയല്ലേ കൊള്ളാവോ? എന്നാ ഇതെന്നെ സംഭവം എന്നറിയാവോ ചാച്ചേ? ഇവള് മറ്റേ ഇതിൻ്റെ ഈ എന്നാ റീൽസിൻ്റെ അകത്ത് ഇവള് കണ്ടിട്ടുണ്ട്. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാച്ച പറഞ്ഞു എന്നാൽ പുറത്ത് പോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അടിമാലിക്ക് പോയി. അപ്പോൾ അച്ചാച്ച ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് അടുത്ത് തന്നെ അക്കോറത്തിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. പെണ്ണത് കണ്ടുപിടിച്ചിട്ട് അവൾക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെയും വിളിച്ചുകൊണ്ട് പോയി കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട്. കൈ ഇടരുത് കേട്ടോ അതിൻ്റെ അകത്ത്. ഇതേ മുകളിലൊരു തത്തമ്മയുണ്ട്. ചേട്ടായി അതിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അന്ന് മേടിക്കാൻ പറഞ്ഞു വിട്ടു. അന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തിരക്കായിരുന്നേ. മിനിഞ്ഞാനും കണ്ട വൈകുന്നേരം അല്ല, ഉച്ച സമയത്താണ്. പക്ഷെ സ്റ്റോക്കൊക്കെ വന്നിരിക്കുന്ന സമയം അങ്ങനെ എന്തൊക്കെയായിരുന്നു. കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസമൊക്കെ മാറി നിൽക്കുമ്പോൾ ഇതിനെ ഒന്നും മേടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ കൂടെ ഈ വെച്ച് കൊടുക്കല്ലേ, മേടിക്കാം. അപ്പോൾ 2 ഗപ്പി കുഞ്ഞുങ്ങളെയും കൂടെ മേടിച്ച് വന്ന വഴി ആമ്പൽക്കുളത്തിലിട്ട് വെള്ളമൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആവാനേ. കൂട്ടുകൂടാൻ ഇതിനെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ കളർഫുള്ളല്ല. പിന്നെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം ചിക്കനും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ചായ ഇട്ടു. അപ്പോൾ സമോസയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. തക്കുടൂന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ ഇത്തവണ സമോസ ആട്ടെ എന്ന് പറഞ്ഞാൽ അതാട്ടോ മേടിച്ചേ. അപ്പോൾ അത് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തക്കുടൂൻ്റെ സ്ലേറ്റ് എടുത്തപ്പോഴത്തേക്കും കുറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. ആരാ എഴുതി വെച്ചേ? ആരാ എഴുതിയെന്ന്? പൊന്നാണോ എഴുതിയേ? ചേച്ചിയുടെ എന്നാ പറഞ്ഞു? അപ്പോൾ തക്കുടു ആദ്യമായിട്ടാട്ടോ സ്ലേറ്റേലൊക്കെ ഇങ്ങനെ നിരതെറ്റാണ്ട് നല്ല അടിപൊളിയായിട്ട് എഴുതിക്കൊണ്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ട് ടീച്ചർ പറയുന്നുണ്ട് ഇവൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എഴുതുന്നുണ്ട്, 3-4 അക്ഷരമൊക്കെ തെറ്റാണ്ട് എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ അതിന്ന് സ്ലേറ്റേൽ ഇങ്ങനെ മായ്ക്കാണ്ട് കൊണ്ടുവന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാനാണ് ഇവളുടെ ബുക്ക് എടുത്ത് നോക്കിയിട്ട് 1-2 അക്ഷരമൊക്കെ ടീച്ചർ എഴുതി കൊടുത്തേക്കുന്നത് എഴുതാനൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവള് അങ്ങ് വഴങ്ങുന്നില്ല, ഒക്കെ എഴുതാൻ കുറച്ച് മടി. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ വന്ന വഴി നേരെ അടിമാലിക്കുമൊക്കെ പോയി അവളും അപ്പോഴും ടയേർഡായിട്ടിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് നേരം പോയി കളിക്കട്ടെ. ആ ഗ്യാപ്പിൽ എനിക്ക് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കൂടെ ഇവള് കളിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് എനിക്ക് ചിക്കൻ കറിയും കാര്യങ്ങളും ഒക്കെ വെക്കാം. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ വെക്കാമെന്നാട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ആ തക്കുടനെ കളിക്കാൻ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഒക്കെ എടുത്തതിന് ശേഷം എന്നാൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിട്ടോ. അപ്പം ഇതുപോലത്തെ റെസിപ്പി ഞാൻ വെച്ചിട്ടില്ല. ഇത് ഇന്ന് എന്തോ തട്ടിക്കൂട്ടൊരെണ്ണം വെച്ചതാണ്, പക്ഷെ ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനൊരു ദിവസം ഷോർട്സിൽ ഇടാം കേട്ടോ. അപ്പോൾ അതാ സ്പീഡിൽ ഇങ്ങനെ കാണിക്കുന്നത്, റെസിപ്പി ആയിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ നല്ലതായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബിരിയാണിയുടെയൊക്കെ കൂടെ വേണേൽ കഴിക്കാൻ പറ്റുന്ന ഒരു സൈസ് റെസിപ്പി, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തക്കുടുവാണെങ്കിൽ വന്നിട്ട് എന്തൊക്കെയോ വർത്താനമൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അവൾക്ക് പാട്ട് പാടി കേൾപ്പിച്ച കാര്യങ്ങളും ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എഴുതാമെന്നും പറഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ട് ഇതുവരെ ഡ്രസ്സ് മാറിയില്ല കേട്ടോ. അപ്പം എന്നാൽ പിന്നെ ഉള്ളതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനാണെങ്കിൽ അങ്ങ് നിർബന്ധിക്കാൻ പോയില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓരോരോ അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ ഇവൾ ക്യാമറ നോക്കി ഓരോ ഗോഷ്ടി പഠിച്ചിട്ട് വരാം കേട്ടോ, ഇല്ലെങ്കിൽ ഇവൾ എഴുതില്ല. പിന്നെ കുറച്ച് നേരം കൂടെ തക്കുടു ഇരുന്ന് പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അവളെ കളിക്കാനായിട്ട് തന്നെ വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുളിച്ചിട്ട് വന്നപ്പോഴാണ് ഞാൻ ഓർത്തെ മീനിനെ ആമ്പൽക്കുളത്തിലോട്ട് വിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ അച്ചാച്ചനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തക്കുടു ഓടി വന്നു, അവളും വരുവാന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെ അവളുടെ കയ്യിൽ മീനിനെ ഇട്ട് കൊടുത്ത് അവൾ തന്നെ മീനിനെ ആമ്പൽക്കുളത്തിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു.